അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള പ്രകടന പത്രികയുടെ കരട് രൂപം തയ്യാറാക്കാൻ കോൺഗ്രസ് ഫോർവേഡ് ഫോക്കസ് ഫോറം സംവാദം സംഘടിപ്പിച്ചു. CCVയും 5 പ്രധാന വികസന നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. വാർത്ത കാണാം. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് മുന്നോട്ട് വയ്ക്കാനുള്ള പ്രകടന പത്രികയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിനായി ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രമുഖരുമായി ഫോർവേഡ് ഫോക്കസ് ഫോറം 2025-30 എന്ന പേരിൽ സംവാദം സംഘടിപ്പിച്ചു. ചേലക്കര അരമന ഓഡിറ്റോറിയത്തിൽ നടന്ന ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ഉൾക്കൊണ്ടായിരിക്കും പ്രകടന പത്രികയുടെ അന്തിമ രൂപമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. അവരുടെ അഭിപ്രായങ്ങൾ ആരാണ്? ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഏതെല്ലാം തരത്തിൽ നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും, ഏതൊക്കെ മേഖലകളാണ് നമ്മുടെ കുറവുകൾ, ഇനി എന്ത് ചെയ്യണം എന്ന ഒരു നിങ്ങളുടെ കാഴ്ചപ്പാട്. നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് എല്ലാം ഒപ്പിയെടുത്ത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും വിവിധ ശ്രേണിയിലുള്ള വ്യക്തികൾ തങ്ങളുടെ മേഖലകളിലെ ദൈനംദിന ബുദ്ധിമുട്ടുകളും പഞ്ചായത്തിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന വികസന കാഴ്ചപ്പാടുകളും സംവാദത്തിൽ പങ്കുവച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് പന്തലാടി പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചു. ജിത്തു രാധാകൃഷ്ണൻ, ജലീൽ മാഷ്, അജിത്ത് താനിക്കൽ എന്നിവർ മോഡറേറ്റർമാരായി ചർച്ച നിയന്ത്രിച്ചു. വിവിധ മേഖലകൾ ചേലക്കരയുടെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ വിവിധ മേഖലകളിലുള്ള ഞാനൊരു 24 കാറ്റഗറൈസ് ചെയ്തിട്ട് 24 സെക്ഷനിലുള്ള ആൾക്കാരെയാണ് വിളിച്ചത്. അതിൽ കുറച്ച് സമയത്തിനുള്ളിൽ എത്തും, കുറച്ച് പേര് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിലെ ഡോക്ടർ സതീഷ് നമ്മളൊരു ഗസ്റ്റായിരുന്നു. പുള്ളിക്കാരൻ ഒരു അത്യാവശ്യമായിട്ട് ഇൻസ്പെക്ഷൻ ആണ്, പുള്ളി വരില്ല എന്ന് പറയുന്നത്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ വിവിധ മേഖലകളിലുള്ള ആൾക്കാരെയാണ് വിളിച്ചിരിക്കുന്നത്. അവർക്ക് അവരുടെ മേഖലകളിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം, അവരെന്താണ് ഫേസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ അത് നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒരു വലിയൊരു ആഗ്രഹം പറഞ്ഞു. ആ ആഗ്രഹം പക്ഷേ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ചേലക്കര ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമപഞ്ചായത്ത് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന വരില്ല. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാധ്യമ സ്ഥാപനമായ CCV ഗ്രാമീണ പാതകളിലൂടെ ഭാരമേറിയ വാഹനങ്ങൾ കടന്നുപോകുന്ന സാഹചര്യം കണക്കിലെടുത്ത് 5 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടിയ നിലവാരമുള്ള റോഡുകളുടെ സമഗ്ര വികസനം നടപ്പാക്കണമെന്നതായിരുന്നു പ്രധാന ആവശ്യമായി ഉന്നയിച്ചത്. നമ്മുടെ എല്ലാ ഉള്ളേരിയകളിലേക്കുള്ള എല്ലാ റോഡുകളും തകർന്നു കിടക്കുന്ന അവസ്ഥയാണ്. ഒരു ഭരണസമിതി ഒരു 5 വർഷം തന്നെ ഓരോ റോഡുകളും 2-3 വട്ടം ടാർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് പഞ്ചായത്തുകളിലെ എല്ലാ റോഡുകളും. മിനിമം ഒരു 5 കൊല്ലമെങ്കിലും വാറണ്ടിയുള്ള അത്തരത്തിലുള്ള റോഡുകൾ ഇന്ന് നിലവിൽ വന്നു തുടങ്ങി. അപ്പോൾ അത്തരത്തിലുള്ള റോഡുകൾ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് പഞ്ചായത്ത് തലത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫണ്ട് പഞ്ചായത്തിന് മാറ്റിവെക്കാൻ സാധിക്കുന്ന രീതിയിൽ അത് വിനിയോഗിക്കാൻ പറ്റും. അത് ഒരു ഫണ്ട് വേറെ രീതിയിലേക്ക് പറ്റും. ഇപ്പോൾ ഒരു റോഡ് തന്നെ എല്ലാ മേഖലയ്ക്കും ആവശ്യമാണ് വഴി എന്നുള്ളത്. വഴി ഇപ്പോൾ ഞാൻ പാഞ്ഞാർ പഞ്ചായത്തിലുള്ളതാണ്. നമ്മുടെ പഞ്ചായത്തിന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് ഇപ്പോൾ പൈപ്പ് ലൈന് കയറിയിട്ട് വളരെ സഞ്ചരിക്കാൻ പോലും ഇല്ല. അത് പലതും പണിതിട്ട് ഒരു 6 മാസം ആകുമ്പോഴേക്കും അത് തകരുന്നു. അപ്പോൾ നിലവാരമില്ലാത്ത ആ ഒരു പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാറി നല്ല ഒരു 5 വർഷം ഒരു കാഴ്ചപ്പാടോടുകൂടി ചെയ്യുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയായിരിക്കും. കൂടാതെ കുടിവെള്ള സമിതികൾക്ക് ഫിൽട്ടർ സംവിധാനം ഏർപ്പെടുത്താൻ പഞ്ചായത്ത് ധനസഹായം നൽകണമെന്നും നശിച്ചുപോയ പൊതുകിണറുകൾ നവീകരിച്ച് സോളാർ ഊർജ്ജം ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണമെന്നും CCV നിർദ്ദേശിച്ചു. പ്രവർത്തനരഹിതമായ പരക്കാട് റൈസ് പാർക്ക് ജനകീയ കൂട്ടായ്മയെ ഏൽപ്പിച്ച് ചേലക്കര അരി എന്ന സ്വന്തം ബ്രാൻഡിൽ നെല്ല് സംസ്കരിച്ച് വിപണിയിലെത്തിക്കണമെന്ന ആശയവും അടഞ്ഞുകിടക്കുന്ന സർക്കാർ കെട്ടിടങ്ങൾ തുറന്ന് തൊഴിൽ മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന പദ്ധതികൾക്ക് തുടക്കമിടണമെന്ന ആവശ്യവും അസുരൻകുണ്ട് ഡാം കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്ന നിർദ്ദേശവും CCV മുന്നോട്ട് വെച്ചു. ഏറ്റവും കൂടുതൽ നെല്ല് അതേമാതിരി പച്ചക്കറി ഇപ്പോൾ കൃഷിയുടെ ആൾക്കാർ പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ നെല്ലും മറ്റുള്ള കാര്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ചേലക്കര. ചേലക്കരയിലെ പഴയ ബ്ലോക്കിൻ്റെ കീഴിൽ തന്നെ നമ്മുടെ ചേലക്കര നിയോജകമണ്ഡലം തന്നെ. അതിന് ഏറ്റവും വലിയ ഒരു ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ഒരു റൈസ് പാർക്ക് എന്ന് പറഞ്ഞൊരു സാധനം ചേലക്കരയിൽ അടഞ്ഞു കിടക്കാൻ തുടങ്ങി കുറേ കാലമായി. നമ്മുടെ പഞ്ചായത്തോ ബ്ലോക്കോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആൾക്കാരോ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഒരുപാട് മിഷനറീസ് കേട് നമ്മൾ നിരന്തരം വാർത്ത കൊടുത്തിട്ടും ഒരു പ്രയോജനം ഇല്ലാതെ നടക്കുന്ന അത്തരത്തിലൊരു സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ ഒരു സഹകരണ സംഘങ്ങളെയോ അല്ലെങ്കിൽ ജനകീയ കൂട്ടായ്മ അല്ലെങ്കിൽ കർഷകരുടെ കൂട്ടായ്മ നേരിട്ട് ഇറങ്ങി വരികയാണെങ്കിൽ
ചേലക്കരയിൽ ഉണ്ടാക്കുന്ന നെല്ല് സ്വന്തം ബ്രാൻഡിൽ വിൽക്കാൻ, ചേലക്കരയുടെ ബ്രാൻഡ് അടാട്ടുമാരിയുള്ള ഒരു ബ്രാൻഡ് ചേലക്കരയുടേതായ നെല്ല് സംഭരിച്ച് കൊടുത്താൽ അത് ഉൽപ്പാദിപ്പിച്ച് കിട്ടുന്ന നെല്ല് ഒരു കർഷകർക്കോട് കൊടുക്കാനും ഈ പറഞ്ഞ രീതിയിൽ നല്ല വിലയ്ക്ക് സ്വീകരിക്കാനും കൃത്യമായിട്ട്. ഇപ്പോൾ ഞാനൊരു വീട്ടിൽ എൻ്റെ കൃഷിയുള്ളതാണ്. നമ്മൾ സപ്ലൈകോന് നെല്ല് കൊടുക്കുമ്പോൾ 5-6 രൂപ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിലും 4-5 മാസം കഴിഞ്ഞിട്ടാണ് കർഷകർ യഥാർത്ഥത്തിൽ ആ പൈസ കിട്ടുന്നത്. അതും അവർ പറയുന്ന എല്ലാ പേപ്പറുകളും ഹാജരാക്കി വളരെ കാലതാമസമുണ്ട് ഓരോ. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു ഇവിടെ റൈസ് പാർക്കൊക്കെ ഉള്ള സ്ഥിതിക്ക് ഈ കർഷകർക്ക് അത് പഞ്ചായത്ത് തലത്തിൽ തന്നെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അത് നടത്താൻ പറ്റുമെങ്കിൽ അത് വൻ വിജയമായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന യുവാക്കൾ ഇനി വരുന്ന ഭരണത്തിൽ ആര് വന്നാലും, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആര് വന്നാലും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ശുദ്ധജലം നമ്മളിപ്പോൾ വീടുകളിലേക്കെല്ലാം 90% ഇന്ന് പൈപ്പ് കണക്ഷൻ വഴിയാണ്. അതായത് ഈ ഓരോ സ്ഥലത്തും ജലനിധി പോലുള്ള ഇതാണ്. ഗ്രൗണ്ട് വാട്ടർ എത്രത്തോളം അടിയിലേക്ക് 600-700 അടി നേരത്തെ പറഞ്ഞ മാതിരി താഴത്തേക്ക് പോയിട്ടുള്ള വെള്ളമാണ് ഇന്ന് പല വീടുകളിലും, ഒരു 90% വീടുകളിലും കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്. അതിലെത്രത്തോളം മണലിൻ്റെ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് ആരും പരിശോധിക്കാത്തൊരവസ്ഥയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ പമ്പ് നമ്മൾ സാധാ കിണറ്റിൽ നിന്ന് കോഴി കുടിക്കുന്ന മാതിരിയുള്ള വെള്ളമല്ല നമ്മൾ ഈ ബോറിലത്തെ വെള്ളം ഉപയോഗിക്കുക. അപ്പോൾ അത് അത്തരത്തിലുള്ള പദ്ധതികളെല്ലാം ഒരു ഫിൽട്ടർ സംവിധാനം വെച്ച് വീടുകളിലേക്ക് ഫിൽട്ടർ സംവിധാനം വെച്ച് ആ ജലത്തെ വീട്ടിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ മാറിക്കിട്ടും. അതൊക്കെ പഞ്ചായത്ത് തലത്തിൽ ചെയ്യാവുന്നതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മറ്റുള്ളൊന്നും ഫണ്ട് അതിന് വരില്ല. റോഡുകൾക്ക് ഉറപ്പ്, കുടിവെള്ളത്തിന് ശുദ്ധി, കാർഷികോൽപ്പന്നങ്ങൾക്ക് മൂല്യം, അടഞ്ഞ കെട്ടിടങ്ങൾക്ക് പുനർജനി, ടൂറിസം വികസനം എന്നീ 5 കാര്യങ്ങൾ അടുത്ത ഭരണസമിതിയുടെ പ്രഥമ പരിഗണനയിൽ ഉണ്ടാകണമെന്നും CCV മേധാവി അഭ്യർത്ഥിച്ചു. റൈറ്റ് വിഷൻ ചാനലും ക്രിയാത്മകമായ പല നിർദ്ദേശങ്ങളും സംവാദത്തിൽ മുന്നോട്ട് വെച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കൂടിയായ ചാനൽ മേധാവി അടുത്ത ചേലക്കര പഞ്ചായത്ത് ഭരണസമിതിക്ക് LDF, UDF ഭേദമില്ലാതെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള പൂർണ്ണ സഹകരണവും പിന്തുണയും വാഗ്ദാനം ചെയ്തു. രാഷ്ട്രീയത്തിനപ്പുറം നടക്കുന്ന ചേലക്കരയുടെ ഒരു വികസന കാഴ്ചപ്പാടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്തരം ഒരു യോഗത്തിലാണ് ഇപ്പോൾ ഞാൻ പങ്കെടുക്കുന്നത്. പിന്നെ അതിൽ മാധ്യമപ്രവർത്തകർക്ക് എന്ത് പങ്കാനും മാധ്യമപ്രവർത്തകർക്ക് എന്ത് വികസന കാഴ്ചപ്പാടുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ഒരു ഘടകമാണ് മാധ്യമങ്ങൾ. ആദ്യം ചേലക്കരയിൽ മനസ്സിലാക്കുന്നത് ഈ സംഘാടകർ സുഹൃത്തായ രക്ഷകർക്കുള്ള സംഘാടകർ 2025 മുതൽ 2030 വരെ ചേലക്കര പഞ്ചായത്തിലെ വികസനം എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ അതിന് പോകുന്നത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ 1956-58 വരെയാണ് ഒന്ന് വികേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷൻ എന്നൊക്കെ പറയുന്ന പദ്ധതി നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് ഉണ്ടാവുന്നത്. അതെന്തായിരുന്നു? അത് ഒരിക്കൽ കൂടിയിരിക്കുന്ന അധികാരങ്ങൾ അത്തരം അധികാരങ്ങൾ സാധാരണക്കാരനായ ജനങ്ങൾ ഏറ്റവും അവസാനം അത്താണി അയച്ചിരുന്ന പഞ്ചായത്ത് പോലുള്ള അവിടെ എന്ത് വികസനം നടക്കുന്നുണ്ടെന്നാണ്. ആ വികസനം എങ്ങനെ നമുക്ക് കാണാൻ കഴിയുക? ഏകദേശം 86-87% വരുന്ന സാധാരണക്കാരുടെ ജീവിതം നോക്കിയിട്ട് ഒരാൾക്ക് പോലെ കാറിൻ്റെ കിട്ടുന്നുണ്ട്. ആ നാട്ടിൽ വികസനം കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. മറിച്ച് ഏറ്റവും സാധാരണക്കാരായ ജീവിതം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയോര കാർഷിക വനമേഖലയാണ്. അവിടുത്തെ വികസനം എങ്ങനെ നമ്മൾ ആലോചിക്കുന്നത്? ഒരു സാധാരണക്കാരെ എടുക്കുമ്പോൾ അവർ ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണക്കാരല്ല, നമ്മുടെ ഭരണഘടന നിർവഹിക്കുന്ന സമാധാനമായി സഞ്ചരിക്കാൻ അവർ കഴിയണം, അവന് ആഹാരം ഉറപ്പാക്കണം, അവരുടെ ജീവിത മേഖലയുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കണം. ഇതിനെല്ലാം അപ്പുറം ആരോഗ്യമുള്ള പ്രധാനമാണ്. CCV ന്യൂസ് ചേലക്കര.